എൻ്റെ പേര് മിത്തു ജിക്സൺ. ഞാൻ വരുന്നത് ഷാർജ UAE നിന്നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ മമ്മിയിലൂടെയാണ്. 2018 മമ്മി എന്നോട് പറഞ്ഞിരുന്നു കൃപാസനത്തിൽ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുക എന്നുള്ളത്. ഞാൻ കുറേ ശ്രമിച്ചിട്ട് എന്നെ കൊണ്ട് നടന്നില്ല. ഉടമ്പടി എടുക്കാൻ, ഓൺലൈൻ ഉടമ്പടി എടുക്കാനും ശ്രമിച്ചു, നടന്നില്ല. അതിലൊക്കെ പറയുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്ക് വലിയ വിശ്വാസം തോന്നിയില്ല. ഞാൻ വിചാരിച്ചു ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണല്ലോ, ഇത് മാതാവ് എല്ലായിടത്തും ഒന്ന് തന്നെയല്ലേ, അപ്പോൾ ഇവിടെ മാത്രം വന്ന് എന്തിനു പ്രാർത്ഥിക്കണം, അങ്ങനെ. അപ്പം ഞങ്ങളത് ഒന്നും ചെയ്തില്ല. പക്ഷേ മമ്മി ഇവിടെ വന്ന് ഉപ്പൊക്കെ മേടിച്ചുകൊണ്ട് പോയിരുന്നു, ഉടമ്പടി എടുത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ മമ്മി ഉപ്പിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് തന്നിരുന്നു. അത് ഞാൻ അവിടെ വച്ചിരുന്നു, അത് യൂസ് ചെയ്തില്ല. പിന്നെ കുറേ ട്രോളുകളൊക്കെ വന്നുകൊണ്ട് ഹസ്ബൻഡും വലിയ വിശ്വാസമില്ലായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞു ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ എടുത്ത് കള. പക്ഷേ മാതാവിൻ്റെ ഒരു രൂപം അതിലുള്ളത് കൊണ്ടും അത് ബ്ലെസ്ഡ് ആയതുകൊണ്ടും എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. പക്ഷേ ഞാൻ അതൊരിക്കലും ഉപയോഗിച്ചിട്ടില്ല, അതങ്ങനെ തന്നെ വച്ചിരുന്നു. അതിനുശേഷം ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി, ദുഃഖങ്ങളും ദുരിതങ്ങളും മരണങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എന്നാലും ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് വരാൻ എനിക്ക് തോന്നിയില്ല ആ സമയത്ത്. 2022 എൻ്റെ മകൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നത്, പഠിത്തത്തിലും എല്ലാ കാര്യത്തിലും നല്ല സ്മാർട്ടായിട്ടിരുന്ന എൻ്റെ മകൾ പെട്ടെന്നൊരു ദിവസം അവൾക്ക് സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങി. അവൾക്ക് ബിഹേവിയറൽ പ്രോബ്ലംസ് വന്ന് തുടങ്ങി. പെട്ടെന്നുള്ള കരച്ചിൽ, കഥ കടച്ചിരുന്ന് കുറേ നേരത്തേക്ക് ഇരുന്ന് കരയുക, എല്ലാവരോടും ദേഷ്യപ്പെടുക, ആര് പറഞ്ഞാലും അനുസരിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ അവളുടെ സ്വഭാവം മാറിത്തുടങ്ങി. അതോടുകൂടി ഞങ്ങൾ ആകെ തകർന്നു പോയി. ഹോസ്പിറ്റലിലോ ഹോമിയോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിലും അവൾക്ക് താല്പര്യമില്ലായിരുന്നു, അവൾ അതിനെല്ലാം ഒപ്പോസ് ചെയ്യായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, അവിടെ ഷാർജ തന്നെയുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ കൃപാസനത്തിൽ പോകുന്നുണ്ട്, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി. അവരുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും സാക്ഷ്യങ്ങളും എന്നോടിങ്ങനെ പറയാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡിൻ്റെ മമ്മിയും ഉടമ്പടി എടുത്തിരുന്നു. ഹസ്ബൻഡ് പതുക്കെ വിശ്വാസമായി തുടങ്ങി, പ്രാർത്ഥനകളൊക്കെ രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഞാനും കൂടെ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ വിശ്വാസം ആ സമയത്തുമില്ലായിരുന്നു. ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുകൂടി എനിക്ക് വിശ്വാസം കൂടി. ഞാൻ പിന്നെ മോളുടെ കാര്യത്തിന് ഒരു തീരുമാനമാകണമെന്ന് വേണ്ടിയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 1 ജൂലൈ 2022 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആദ്യത്തെ നിയോഗം മകളുടേതായിരുന്നു. അതോടുകൂടി ആ നിയോഗം വെച്ചിട്ട് തുടങ്ങിയതോടുകൂടി അടുത്ത ദിവസം തന്നെ മകളുടെ സ്വഭാവത്തിൽ വ്യത്യാസം കാണാൻ തുടങ്ങി. വെറും 2 മാസത്തിനുള്ളിൽ അവളുടെ സ്വഭാവം പഴയതുപോലെ തന്നെ തിരിച്ചു വന്നു. അവളുടെ പ്രശ്നങ്ങളെല്ലാം മാറി, ഉറക്കങ്ങളൊക്കെ ശരിയായി, ദേഷ്യമൊക്കെ മാറി തുടങ്ങി. അവളുടെ സ്വഭാവം എല്ലാം മാതാവ് മാറ്റിത്തന്നു. മാതാവിനും ഈശോയിനും 1000 നന്ദി. നിയോഗത്തിലെ 2ാമത്തെ നിയോഗമായിരുന്നു എൻ്റെ കാനഡയുടെ PR. ഇതിൻ്റെ ഒരു 6 മാസം മുമ്പ് ഞാൻ കാനഡയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു. എൻ്റെ പോയിൻറ്റ്സ് വളരെ ലോ ആയിരുന്നു, 397 പോയിൻറ്റ്സ്. ഒരു PR അപ്ലൈ ചെയ്യാനും ഒരു ഡ്രോയിൽ നമുക്ക് കിട്ടണമെങ്കിൽ മിനിമം 500 പോയിൻറ്റ്സ് ആണ് വേണ്ടത്. 6 മാസം വരെ ഒരു അനക്കവും ഇല്ലായിരുന്നു. ഉടമ്പടി എടുത്ത് 7ാം ദിവസം എനിക്ക് മനസ്സിൽ രാത്രി ഒരു തോന്നൽ വന്നു, സസ്കാച്ചുവാൻ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിൽ PNP നോമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ഏജൻറ്റ് എന്നോട് പറഞ്ഞത് സസ്കാച്ചുവാനിൽ നീ എലിജിബിൾ അല്ല, അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി, എൻ്റെ ഒരു കസിൻ ഏതോ ഒരു സ്ഥലത്തുണ്ട്, എനിക്ക് പേര് പോലും അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ നോക്കി മനസ്സിലാക്കിയപ്പോൾ അവളുള്ളത് സസ്കാച്ചുവാനിലാണ്. സസ്കാച്ചുവാനിലെ റെജായിലാണ് അവൾ താമസിക്കുന്നത്. അപ്പോൾ അവളുടെ പോയിൻറ്റ്സ് കിട്ടിയാൽ നമുക്ക് ചിലപ്പം PNPയിൽ കിട്ടും എന്നുള്ള ഒരു മനസ്സിലൊരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് എൻ്റെ മൊബൈലിൽ തന്നെ ഞാനത് ആപ്ലിക്കേഷൻ ഇട്ടു. അത് ചെയ്തപ്പം MSc മൈക്രോബയോളജിയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. അത് ഞാൻ അറിയാതെ അങ്ങനെ അങ്ങ് ഇട്ടു. പക്ഷേ അത് അവർ ക്വാളിഫിക്കേഷൻ നോക്കുമ്പം കനേഡിയൻ ഇക്വാലൻസിയാണ് നോക്കുന്നത്. അപ്പോൾ ശരിക്കും എൻ്റെ ഇക്വാലൻസി എന്ന് പറയുന്നത് BSc ആണ്. അങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് അടുത്ത ദിവസം തന്നെ സെലക്ഷൻ വന്നു, എൻ്റെ പോയിൻറ്റ് കൂടി. പക്ഷേ ഏജൻറ്റ് എന്നോട് പറഞ്ഞു നിങ്ങൾ ഇത് തെറ്റ് ചെയ്തു പോയി, ഇത് ശരിക്കും BSc ആയിരുന്നു ഇടേണ്ടത്, നിങ്ങൾ MSc ഇട്ടുപോയി. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഐദർ നിങ്ങൾ ആ MScയുടെ ഡോക്യുമെൻറ്റ് അവരെ കാണിക്കണം, സബ്മിറ്റ് ചെയ്യണം, അല്ലെ പിന്നെ ഈ ആപ്ലിക്കേഷൻ ടോട്ടലി വിഡ്രോ ചെയ്തിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അപ്പം ഇത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫ്രോഡിൻ്റെ ബേസിസിൽ ചിലപ്പം നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് തന്നിരിക്കും. നമ്മളിത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അത് നമ്മളെ അടുത്ത ഡ്രോയിൽ സെലക്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് ഞാൻ.
ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കറിയത്തില്ല എന്നാ ചെയ്യണ്ടേ. ഞാൻ ആ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു. ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത ആപ്ലിക്കേഷൻ അല്ലെ അടുത്ത ഡ്രോ വരുന്ന 2 മാസങ്ങൾക്ക് ശേഷമാണ്. എനിക്ക് അതിൽ സെലക്ഷൻ ആവുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഞാൻ അത് മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉച്ചയ്ക്ക് ഒരു നേരം ഉപവാസം വച്ച് മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 മാസം വരെ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനമെടുത്ത് മാതാവിനോട് പറഞ്ഞു. വെറും 3 ദിവസത്തിനുള്ളിൽ എനിക്കൊരു മെയിൽ വരികയാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻ വീണ്ടും സെലക്ട് ചെയ്തു. അപ്പം എനിക്ക് ഒരു ഡ്രോയും ഇല്ലാതെ സ്പെഷ്യൽ കേസിൽ എന്നെ അവർ സെലക്ട് ചെയ്തു. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് മാതാവ് അവിടെ പോയി എനിക്ക് വേണ്ടിയിട്ട് ആ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് തന്നതാണ്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും ഒരു ലൈറ്റ്നിങ് സ്പീഡിലെ പോലെ, അച്ഛൻ പറയുന്നത് പോലെ ഒരു ലൈറ്റ്നിങ് സ്പീഡിലായിരുന്നു എല്ലാ കാര്യവും നടന്നത്. അതിനുശേഷം എനിക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത് ഹസ്ബൻഡിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അതിന് വേരിയേഷൻ ഉള്ളത് കൊണ്ട് അത് റീഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം 6 മന്ത്സ് എടുക്കും. ആ 6 മന്ത്സിൻ്റെ ഉള്ളിൽ എൻ്റെ ചിലപ്പം ഈ ആപ്ലിക്കേഷൻ ക്യാൻസലായി പോകും. കാരണം എനിക്ക് വിതിൻ 2 മന്ത്സ് ഇത് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ മാതാവിനോടും പ്രാർത്ഥിച്ചു. ഹസ്ബൻഡിൻ്റെ ഡാഡി കാശിരൂപം എടുത്ത് അവിടെ എല്ലാം ചെന്ന് ഗവൺമെൻറ് ഓഫീസസിലൊക്കെ പോയി അവരോട് എല്ലാം അപേക്ഷിച്ച് വെറും 15 ദിവസത്തിനുള്ളിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് റീഇഷ്യൂ ചെയ്ത് കിട്ടി. അതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. മാതാവ് തന്നെ ഇടപെട്ട് ശരിയാക്കിയതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം എൻ്റെ കയ്യിൽ ഫെബ്രുവരി 14 എൻ്റെ കയ്യിൽ കനേഡിയൻ PR എനിക്കും എൻ്റെ ഫാമിലിക്കും ലഭിച്ചു. അതായത് 7 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് കനേഡിയൻ PR കിട്ടി ഉടമ്പടി എടുത്തതിന് ശേഷം. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അടുത്തതായിട്ട് എൻ്റെ മകന് അവന് ജന്മന കിഡ്നിയിൽ ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ടായിരുന്നായിരുന്നു. അത് ഞങ്ങൾ അടുത്തിടെയാണ് അറിഞ്ഞത്. ആ സ്വെല്ലിങ്ങിൽ ചെറിയൊരു കിങ്ക് ഉണ്ട്, എന്ന് വെച്ചാൽ അവിടെ ചെറിയൊരു കെട്ടുണ്ട്. അതുകൊണ്ട് യൂറിൻ കളക്ട് ആയിരിക്കുന്നത് കൊണ്ട് അവിടെ സ്വെല്ലിംഗ് ആണ് വരുന്നത്. അത് 8.1 mm ആയിരുന്നു. അത് പെട്ടെന്ന് ആദ്യം 7 mm ആയിരുന്നു, പിന്നെ അത് 8.1 mm ആയി. ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് കൂടുവാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഞങ്ങളാകെ തകർന്ന് ഞങ്ങളപ്പം തന്നെ ഇവിടെ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വന്നു. ഇവിടെ മുട്ടുകുത്തി നിന്നപ്പം ജോസഫ് അച്ഛൻ അവനെ പൊക്കിയെടുത്ത് മാതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് ആ നേരെ മുമ്പിൽ അങ്ങനെ പോയി നിന്ന് കുമ്പിട്ട് പ്രാർത്ഥിക്കാനുള്ള അവന് ഭാഗ്യം ലഭിച്ചു. അതോടുകൂടി എൻ്റെ വിഷമങ്ങളെല്ലാം മാറി. കാരണം മാതാവ് എല്ലാം ഏറ്റെടുത്തു. എനിക്ക് പേടിക്കാനില്ല എന്നുള്ള പൂർണ്ണ ധൈര്യം വന്നു. അച്ഛൻ സൈത്ത് തന്ന് കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒരു 6 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം 8.1 mm എന്നുള്ളത് 5.3 mm ആയിട്ട് കുറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മാതാവിന് കോടാനുകോടി നന്ദി. അടുത്തതായിട്ട് എനിക്കൊരു യൂറിനറി ഇൻഫെക്ഷൻ വന്നിരുന്നു. അതിൽ ഭയങ്കര വേദനയും യൂറിനേറ്റ് ചെയ്യാനുള്ള ഏർജും ഉണ്ടായിരുന്നു. എല്ലാ 10 മിനിറ്റ്സിന് കൂടുമ്പം എനിക്ക് യൂറിനേറ്റ് ചെയ്യണം. അത് യൂറിൻ പാസ് ചെയ്യുമ്പം ഭയങ്കര ശക്തമായ വേദനയായിരുന്നു. അത് കൂടിക്കൂടി വരുമായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്ക് സഹിക്കാൻ മേലാണ്ടായി. നിൽക്കാൻ മേല, ഇരിക്കാൻ മേല, കടക്കാൻ മേല, ഒന്നും ചെയ്യാൻ മേല, അങ്ങനത്തെ അവസ്ഥ എത്തി. കടന്ന് ഒരു 3 മണിയായപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ മേലാത്തതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അത് പതിയെ കുറഞ്ഞ് രാവിലെ ആയപ്പോഴത്തേക്ക് അത് പൂർണ്ണമായ സൗഖ്യം കിട്ടി. ഞാൻ ആൻറ്റിബയോട്ടിക് എടുത്തിരുന്നു ഒരു നേരം. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ഡോസ് കഴിച്ചുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിച്ചതെന്നുള്ള ചെറിയ സംശയം മനസ്സിൽ വന്നിരുന്നു. ഡോക്ടർ എന്നെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ആ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, ഇപ്പം തുടരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളത് കഴിക്കണ്ട, കാരണം ഈ ആൻറ്റിബയോട്ടിക് ഈ അസുഖത്തിനുള്ളതല്ലായിരുന്നു. നിങ്ങൾക്ക് കിട്ടിയ ആൻറ്റിബയോട്ടിക് ഈ ബാക്ടീരിയയ്ക്ക് റെസിസ്റ്റൻ്റ് ആണ്, അത് വർക്ക് ചെയ്യത്തില്ല. അപ്പം ഞാൻ നിങ്ങൾക്കൊരു പുതിയ ആൻറ്റിബയോട്ടിക് തരാം. ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എൻ്റെ അസുഖം പണ്ടേ ഭേദമായി, എനിക്കിനി ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. ഡോക്ടർ പറഞ്ഞു അങ്ങനെ നടക്കാൻ പാടില്ല, അങ്ങനെ സംഭവിക്കുമല്ലോ, കാരണം ഇത് ആൻറ്റിബയോട്ടിക് എന്തായാലും വർക്ക് ചെയ്യില്ല. പക്ഷേ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് മാതാവാണ് വന്ന് എന്നെ തൊട്ട് സുഖപ്പെടുത്തിയത്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. മമ്മിയുടെ ചേട്ടത്തിയുടെ കൊച്ചുമോൻ്റെ കല്യാണം 38 വയസ്സായിട്ടും നടക്കുന്നില്ലായിരുന്നു. മമ്മി ആദ്യത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഈ നിയോഗം ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ഒരു വിവാഹം നിശ്ചയം നടന്ന് അതിനുശേഷം 1 മാസത്തിനുള്ളിൽ കല്യാണവും നടന്നു. അതിനും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതേപോലെ തന്നെ മമ്മിക്കും യൂറിനറി ഇൻഫെക്ഷൻ്റെ അസുഖമുണ്ടായിരുന്നു. അതിന് 15 വർഷമായിട്ട് അത് വന്നും പോയി ഒക്കെ ഇരിക്കും. നോൺ വെജ് കഴിക്കാൻ മേല, ചൂടുള്ളതൊന്നും കഴിക്കാൻ മേല, ഒത്തിരി കെയർഫുള്ളായിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. മാതാവിൻ്റെ
ഉടമ്പടി എടുത്ത് പുതുക്കിയ പിന്നെ മമ്മിയുടെ ആ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. മാതാവിനും ഈശോയിനും 1000 നന്ദി അർപ്പിക്കുന്നു.